സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകൻ ഇഫ്തിഖാർ അഹമ്മദ് ഒരു വിവാദ നായകനാണ്. ഇദ്ദേഹത്തിനെതിരെ മുൻപ് വിദ്യാർത്ഥിനികൾ പലപ്പോഴും പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്, അറസ്റ്റും ഉണ്ടായിട്ടുണ്ട്. ലൈംഗിക അതിക്രമ പരാതിയിൽ അധ്യാപകൻ ഇഫ്തിഖാർ അഹമ്മദ് വീണ്ടും അറസ്റ്റിലായിരിക്കുന്നു. കണ്ണൂർ പറശ്ശിനിക്കടവ് അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ച് യുവതിയെ കയറിപ്പിടിച്ചെന്ന പരാതിയിലാണ് നടപടി. നേരത്തെ ലൈംഗിക അതിക്രമ പരാതിയിൽ നടപടി നേരിട്ട അധ്യാപകൻ വേഗത്തിൽ സർവീസിൽ തിരിച്ചെത്തിയതടക്കം വലിയ വിവാദമായിരുന്നു. പിന്നാലെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ SFIക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആത്മഹത്യാ ഭീഷണി അടക്കം ആത്മഹത്യാ കുറിപ്പടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതിനു പിന്നാലെയാണ് വീണ്ടും ഈ അധ്യാപകനെതിരെ ലൈംഗിക അതിക്രമ പരാതിയും അറസ്റ്റും ഉണ്ടായിരിക്കുന്നത്. KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന്. ബൈജു, ഈ ഇഫ്തിഖാർ അഹമ്മദിനെതിരെ മുൻപ് വിദ്യാർത്ഥിനികൾ, സർവകലാശാലയിലെ വിദ്യാർത്ഥിനികൾ, നിരവധി വിദ്യാർത്ഥിനികൾ ലൈംഗിക അതിക്രമ പരാതി നൽകിയിരുന്നു. അറസ്റ്റുണ്ടായി. പിന്നീട് അദ്ദേഹം അതിവേഗത്തിൽ ക്യാമ്പസിൽ സർവീസിൽ തിരിച്ചെത്തി. വീണ്ടും വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് അതൊരു രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ്, ആരോപണങ്ങളാണെന്നൊക്കെ പറഞ്ഞായിരുന്നു ഇഫ്തിഖാർ അഹമ്മദ് ഇതിനെ ന്യായീകരിച്ചത്. പക്ഷേ ഇതൊരു പൊതു സ്ഥലത്ത് വെച്ച് കണ്ണൂർ പറശ്ശിനിക്കടവിലെ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ചൊരു യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാവുക, സംഭവത്തിൽ അറസ്റ്റ് ഉണ്ടാകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ബൈജു? തീർച്ചയായും ടോമെ, നമ്മൾ സ്പോട്ട് ലൈവിൽ തന്നെ നിരവധി തവണ ഈ ഇഫ്തിഖാർ അഹമ്മദുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കണ്ണൂർ പറശ്ശിനിക്കടവിലെ വാട്ടർ തീം പാർക്കിലെ ഇത്തരത്തിലുള്ള പൂൾ വേവിൽ വെച്ച് ഒരു മലപ്പുറം സ്വദേശിനിയായ 22-കാരിയോട് അപമര്യാദയായി പെരുമാറുകയും ലൈംഗിക അതിക്രമം കാട്ടുകയും ചെയ്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. ഇയാൾ ഈ സംഭവം കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഈ ഇഫ്തിഖാർ അഹമ്മദ്. ഇദ്ദേഹം ഈ വാട്ടർ തീം പാർക്കിൽ നിന്നും ഈ സ്ത്രീയോട് അപമര്യാദ പെരുമാറിയതിനെ തുടർന്ന് ബഹളം വെക്കുകയും പിന്നീട് തളിപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇയാൾ ഇത്തരത്തിൽ ഈ കേസിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ നിരവധി തവണ ശ്രമിച്ചെങ്കിലും ഈ യുവതി കൃത്യമായ ഈ കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചിട്ടുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണയാണ് ഇയാൾക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ പരാതി വന്നത്. SFI ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, എല്ലാ സംഘടനകളും കേന്ദ്ര സർവകലാശാലയിൽ ഇയാൾക്കെതിരെ ഒന്നിച്ചു നിന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ വലിയ സ്വാധീനമുള്ള, അതായത് കേന്ദ്ര സർവകലാശാലയിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ് ഇയാൾ. കാരണം കഴിഞ്ഞ തവണ ഈ പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥിനോട് ഉൾപ്പെടെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം കാട്ടിയതിലാണ് ഇയാൾക്കെതിരെ 41 വിദ്യാർത്ഥിനികളിൽ 33 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരാതി നൽകിയത്. ഈ പരാതി ഈ കേന്ദ്ര സർവകലാശാലയിലെ ആഭ്യന്തര പരാതി പരിഹാര സെല്ല് അന്വേഷിക്കുകയും തുടർന്ന് ഇത് ബേക്കൽ പോലീസിൽ ഇത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയുമായിരുന്നു. പിന്നീട് ഇയാളെ ഇത്തരത്തിൽ ജയിലിലടക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ ജാമ്യം ലഭിച്ച ഇയാൾ ഈ ജാമ്യ ഹർജിയിൽ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയറരുതെന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് ലംഘിച്ചാണ് ഇയാൾക്ക് വീണ്ടും ഈ കോളേജിൽ ഇത്തരത്തിൽ പഠിപ്പിക്കാനുള്ള അവസരം നൽകിയത്. അത് വലിയ പ്രതിഷേധത്തിനിടയ്ക്കും ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. പിന്നീട് വീണ്ടും ഇയാളെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഈ വിദ്യാർത്ഥി സംഘടനയെ പ്രതിഷേധത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് ഇയാൾ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ട് താൻ ആത്മഹത്യ ചെയ്യുമെന്ന ഒരു ഭീഷണിയുമായി ഇയാൾ രംഗത്ത് വന്നത്. ഇത് വലിയ ചർച്ചയായിരുന്നു ഈ സമയത്ത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇയാൾ പെരിയ കാർഷിക സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെയാണ് SFIക്കും ഇടത് സംഘടനകൾക്കുമെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അധ്യാപകനായ ഇഫ്തിഖാർ അഹമ്മദ് അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. സാധാരണഗതിയിൽ SFI പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സമയമാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിക്കൂട്ടിൽ നിന്ന ഒരു കാലയളവാണ്. അന്നിത് വലിയ ചർച്ചയായതാണ്. ഇഫ്തിഖാർ അഹമ്മദിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ്, ആത്മഹത്യാക്കുറിപ്പ് വലിയ ചർച്ചയായതാണ്. അതായത് തന്നെ SFI വേട്ടയാടുന്നു, ഇതേ രീതിയിൽ പലരെയും വേട്ടയാടുന്നുണ്ട്, അതൊരു തനിക്കെതിരെ ഉയർന്നു വന്നതൊക്കെ കള്ള പരാതികളാണെന്നൊക്കെയാണ് ഇഫ്തിഖാർ അഹമ്മദ് അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. പക്ഷേ അത് കള്ളമല്ല, അതിനകത്തൊരു അല്പമെങ്കിലും വസ്തുതയുണ്ട് എന്ന് ഇയാളുടെ സ്വഭാവദൂഷ്യം, ഇതേ രീതിയിൽ സ്വഭാവദൂഷ്യമുള്ള വ്യക്തിയാണ് ഈ അധ്യാപകനെന്ന് തുറന്നു കാട്ടുന്നതല്ലേ ഈ കണ്ണൂരിൽ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ച് നടന്ന സംഭവം ബൈജു?
തീർച്ചയായും ടോം സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം സിദ്ധാർത്ഥിന്റെ അനുഭവം തനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് SFIക്കെതിരെ വലിയ തോതിൽ ഇത്തരത്തിൽ SFIക്കെതിരെ ആരോപണം ഉയർത്തിയാണ് ഇയാൾ ആത്മഹത്യാ ഭീഷണി ഉയർത്തിയത്. അപ്പോഴും ഈ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ കൃത്യമായ അന്വേഷണം നടത്തി ഇയാൾക്കെതിരെ കുറ്റം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബേക്കൽ പോലീസ് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം തടയൽ നിയമപ്രകാരം ഇതേ ബേക്കൽ പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം തടയൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോഴും കേസെടുത്തിരിക്കുന്നത്. ഇത് ബേക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് SFI ഉൾപ്പെടെ ABVP ഉൾപ്പെടെ മുഴുവൻ സംഘടനാ പ്രവർത്തകരും ഇദ്ദേഹം വീണ്ടും ഇതേ കോളേജിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയും വൈസ് ചാൻസലറെ തടയുന്നതടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ഈ വലിയ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് വീണ്ടും ഇയാൾക്ക് സസ്പെൻഷൻ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ തീർച്ചയായും ഇയാളുടെ പോസ്റ്റ് അന്ന് വലിയ തോതിൽ ചർച്ചയായിരുന്നെങ്കിലും ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ലാണ് സത്യം. എന്തായാലും നിലവിൽ കേന്ദ്ര സർവകലാശാലയിൽ തന്നെ ഇദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ കേസ് ഇപ്പോൾ ബേക്കൽ പോലീസ് സ്റ്റേഷനിലും സമാനമായ കേസ് നിലവിലുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പ് സ്റ്റേഷനിലും ഇതേ കേസുണ്ട്. ഇപ്പോൾ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാളിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കോളേജിൽ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിരവധി കേസുകളുണ്ട്. മുൻപ് ബൈജു സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥിനികളുടെ ഗുരുതരമായിട്ടുള്ള പരാതി ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ വീണ്ടും സർവീസിൽ തിരിച്ചു കയറുന്ന അവസ്ഥ. ആരാണ് ഈ ഇഫ്തിഖാർ അഹമ്മദ് എന്ന അധ്യാപകനെ സംരക്ഷിക്കുന്നത്? ഇപ്പോഴും സർവീസിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോ സർവീസിലുണ്ടോ അതോ സസ്പെൻഷനിൽ തുടരുകയാണോ ബൈജു? ഇപ്പോഴും സർവീസിലുണ്ട്. ഇദ്ദേഹത്തിനെ വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് നേരത്തെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഈ ബേക്കൽ അതുകൊണ്ട് തന്നെ ഈ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുത് എന്നൊരു ജാമ്യ ഹർജിയിൽ ഒരു ഉപാധി വെച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ കേന്ദ്ര സർവകലാശാലയിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്നിട്ടും ഇയാൾക്ക് വീണ്ടും ആ കോളേജിൽ ഇത്തരത്തിൽ പഠിപ്പിക്കാനായി അവസരം നൽകുകയായിരുന്നു കോളേജ് അധികൃതർ. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധമുണ്ടായി. പിന്നീട് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതുകൊണ്ടായിരുന്നു വീണ്ടും നിയമനം നൽകിയതെന്ന ഒരു വിശദീകരണം മാത്രമാണ് കേന്ദ്ര സർവകലാശാല അന്ന് നൽകിയത്. പിന്നീട് സസ്പെൻഷൻ ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്നാണ് SFIക്കെതിരെ വലിയ തോതിൽ ഇയാൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച് പോസ്റ്റ് ഇട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായത്. എന്തായാലും ഇയാൾക്കെതിരെ സംയുക്തമായ എല്ലാ സംഘടനകളും ABVP ഉൾപ്പെടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ABVP ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇയാൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും കോളേജിൽ ഇപ്പോൾ 33 വിദ്യാർത്ഥിനികളുടെ പരാതി ഇയാൾക്കെതിരെ ഉണ്ട്. ഇയാളെ പ്രധാനമായും ഇയാൾ ഈ കവിത, അതായത് ഇംഗ്ലീഷ് കവിത പഠിപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ലൈംഗിക ചൊവ്വയോടുകൂടി വിദ്യാർത്ഥികളോട് ഇടപെടുക, അത് മാത്രമല്ല പരീക്ഷ എഴുതാൻ വന്ന ഒരു വിദ്യാർത്ഥിനി തലകറങ്ങി വീണ വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ്. അത്തരത്തിൽ ഒരു മനോഗതിയുള്ള ഇതാണ് ഇദ്ദേഹത്തിന്. ഏതായാലും ഇദ്ദേഹത്തിന് വലിയ സ്വാധീനം കേന്ദ്ര സർവകലാശാല ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇയാൾ വളരെ പെട്ടെന്നാണ് ഇത്തരം കേസുകളിൽ അകപ്പെടുന്നതും തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും കോളേജിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ കേസിൽ അകപ്പെട്ടതോടുകൂടി കൂടുതൽ നാളുകളിലേക്ക് ഈ സസ്പെൻഷൻ എന്തായാലും നീണ്ടു നിന്നേക്കുമെന്നാണ് ഇപ്പോൾ നൽകുന്ന സൂചന. ഏതായാലും അത്ര പെട്ടെന്ന് ഇനി കോളേജിലേക്ക് തിരിച്ചു വരാൻ ഇദ്ദേഹത്തിന് സാധ്യത. കാരണം നിരവധി ആരോപണങ്ങൾ ഇത്തരത്തിൽ എല്ലാം സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതികൾ, അത്തരത്തിൽ പോലീസ് കേസുകൾ, ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ കണ്ടെത്തലുകൾ, ഇതെല്ലാം കൂടി ഇപ്പോൾ വന്നതോടുകൂടി ഇനി ഏതായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും എത്ര സ്വാധീനം ഉണ്ടായാലും അഥവാ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തി കേന്ദ്ര സർവകലാശാലത്തിന് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ വലിയ പ്രതിഷേധം ഉയർത്താനാണ് SFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനവും. തീർച്ചയായും. കാരണം വിദ്യാർത്ഥികൾക്ക് പൊതുസമൂഹത്തിന് മാതൃകയായി ജീവിക്കേണ്ടവരാണ് അധ്യാപകർ. അങ്ങനെയുള്ള ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് തുടർച്ചയായി വിദ്യാർത്ഥിനികൾക്ക് നേരെ പോലും ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്. പൊതുസമൂഹത്തിൽ വെച്ച് ഒരു യുവതിയെ കയറിപ്പിടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിനെതിരെ ഒരു വകുപ്പ് തല നടപടിക്കപ്പുറം നിയമ നടപടി വരുന്നുണ്ട്. പക്ഷേ നിലവിൽ സസ്പെൻഷൻ മാത്രം മതിയോ ബൈജു? ഇങ്ങനെയുള്ളൊരു അധ്യാപകനെ സർവീസിൽ തന്നെ പിരിച്ചുവിടേണ്ടതല്ലേ? അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ വരും ദിവസങ്ങളിൽ ഒരു കടുത്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ?
തീർച്ചയായും ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരം ആവശ്യങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഇയാൾക്കെതിരെ നിരവധി ട്രോളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. SFIയുടേത് ഉൾപ്പെടെ ഞാൻ പെട്ടു എന്നൊക്കെ പറയുന്ന വളരെ ഇതായിട്ടുള്ള ട്രോളുകളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇയാൾക്കെതിരെ എന്ത് നടപടിയെടുത്താലും എത്ര വലിയ കുറ്റമായാലും ഇയാൾ പുഷ്പം പോലെ അതിൽ നിന്നൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ തന്നെ ഈ സ്പോട്ട് ലൈവിൽ തന്നെ 4-ലധികം തവണ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും ഇത്തരത്തിൽ പോലീസ് കേസായിട്ടും ജയിലിനകത്ത് കിടന്നിട്ടും ഒരു അധ്യാപകനെ വീണ്ടും എങ്ങനെയാണ് ഇത്തരത്തിൽ പഠിപ്പിക്കാനായി വീണ്ടും വരാൻ പറ്റുന്നത് എന്നാണ് ഏറ്റവും വലിയ പ്രധാനമായ ഒരു ചോദ്യം. എന്തായാലും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ ലൈംഗിക ചുവയോടുകൂടി പാഠഭാഗമൊക്കെ ഇംഗ്ലീഷ് കവിത പാഠഭാഗമൊക്കെ ലൈംഗിക ചുവയോടുകൂടിയായിരുന്നു ഇയാൾ വിദ്യാർത്ഥിനികളോട് പഠിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. അത്തരത്തിലുള്ള പരാതി ആദ്യം തന്നെ ആരും പരാതി നൽകാനൊന്നും തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സഹിക്ക വയ്യാണ് ഇത്തരത്തിൽ പരാതിയുമായി വിദ്യാർത്ഥിനികൾ തന്നെ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. ഇദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ നടപടിയല്ല, ഇത്തരം ആളുകൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കടക്കാത്ത രീതിയിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് വരണം. ഇതിന് ഗവർണറാണ് കേന്ദ്ര സർവകലാശാലയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഗവർണർ ഉൾപ്പെടെ ഇടപെട്ട് അത്തരം നടപടികൾ പോകും എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളും ഇപ്പോൾ കരുതുന്നത്. വ്യക്തമാണ്. KB ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ അധ്യാപകനെതിരെ കടുത്ത നടപടി തന്നെയാണ് സർവകലാശാല സ്വീകരിക്കേണ്ടത്. പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വരൻ രാഹുലിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വധുവിന്റെ പരാതി വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.